നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിലുള്ള ടെൻഡർ തർക്കം മുറുകുന്നു. തർക്കം കീഴ്വഴക്കമില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാന്തര പ്രദർശനം നടത്താൻ ടെൻഡർ ക്ഷണിച്ചതിനെ ചൊല്ലി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിനോട് തൊട്ടുമുമ്പുള്ള നടപടി ദുരൂഹമെന്നും ആരോപണം. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. മരണം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉത്രാളിക്കാവ് പൂരം കാണാനെത്തിയ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. ഉള്ളൂർക്കരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. കാഴ്ചകളുടെ വസന്തമായി ഓങ്ങല്ലൂർ കടപ്പുറമ്പൊത്തുകാവ് വേല മഹോത്സവം. ദീപാലങ്കാരത്തിൽ ദൃശ്യവിസ്മയം തീർത്ത ഇണക്കാളകൾ. ജനസാഗരമായി ക്ഷേത്രാങ്കണം. മഹാശിവരാത്രി മഹോത്സവത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങളാൽ നിറഞ്ഞ ക്ഷേത്ര സന്നിധികൾ. പട്ടാമ്പിക്കയത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയും. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പൂരം നടത്തിപ്പിനെ ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം. വർഷങ്ങളായി ഇരു ദേവസ്വങ്ങളും നടത്തിവരുന്ന പൂരപ്രദർശനത്തിനൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാന്തര പ്രദർശനം നടത്താൻ ടെൻഡർ ക്ഷണിച്ചതാണ് തർക്കത്തിന് കാരണം. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് പ്രഖ്യാപിച്ച ഈ നീക്കത്തിൽ ദുരൂഹതയെന്നും ആരോപണം. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിനും സംഘാടനത്തിനുമുള്ള പ്രധാന വരുമാന സ്രോതസ്സാണ് വർഷങ്ങളായി നടക്കുന്ന പൂരം പ്രദർശനം. തേക്കിൻകാട് മൈതാനിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് ഇക്കാലമത്രയും പ്രദർശനം നടത്തിവന്നിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ മുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരെ പ്രദർശനത്തിന്റെ ഭാഗമായി പങ്കെടുക്കും. 1.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് തൃശൂർ പൂരത്തിന്റെ ചെലവുകൾ നടത്തിവന്നത്. എന്നാൽ ഇതിന് തിരിച്ചടിയാകും വിധമാണ് ഇപ്പോൾ സമാന്തര പ്രദർശനം നടത്താനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സമാന്തര പ്രദർശന നീക്കത്തിന് പിന്നിലുള്ള ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പ്രതികരിച്ചു. നമ്മളത് ഏതെല്ലാം തരത്തിൽ അന്വേഷിക്കണോ ആ തരത്തിലെല്ലാം അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇവിടെയുള്ള പൂരപ്രേമികളും ഉത്സവപ്രേമികളും അതിനെ നഖശികാന്തം എതിർക്കണമെന്നാണ് പറയാനുള്ളത്. ഈ എക്സിബിഷന്റെ ആ നീക്കിരിപ്പ് സംഖ്യ കൊണ്ടാണ് നമുക്ക് ഈ പൂരാഘോഷങ്ങളും അതുപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേശങ്ങളിലെ മറ്റു ഉത്സവാഘോഷങ്ങളും ഇതിൽ നിന്നുള്ള നീക്കിരിപ്പ് സംഖ്യയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതില്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും അത് ഏറ്റെടുക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന് സാധിക്കുകയും ചെയ്യും എന്നുള്ള ഉത്തമ വിശ്വാസം ഇവരുടെ മനസ്സിലുണ്ട്. ഇവർക്ക് 426 436 ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള അടുക്കും ചിട്ടയോടും പ്രൗഢിയോടും കൂടിയിട്ടുള്ള ഒരു പൂരം പോലും അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. ഇവരെങ്ങനെ ഈ 2 ദേവസ്വങ്ങൾ എങ്ങനെ ഈ പൂരം നടത്തുന്നു? അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. നമുക്ക് പറ്റാത്തത് മറ്റാർക്കും സാധിക്കരുത് എന്നുള്ള ആ ഒരു കുട്ടിക്കുശുമ്പാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആരെല്ലാമാണോ ഇതിനെ ഇല്ലാണ്ടാക്കാൻ പ്രവർത്തിക്കുന്നത് അവരെയെല്ലാം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? അതിനുവേണ്ടി ഒരു CBI എൻക്വയറി കൊണ്ടുവരണം. ജനുവരി 23 കാലാവധി പൂർത്തിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ MB മുരളീധരനും പ്രേംരാജ് ചൂണ്ടലാത്തും പടിയിറങ്ങും മുൻപാണ് സമാന്തര പൂരം പ്രദർശനത്തിന് ടെൻഡർ വിളിച്ചത്. ഫെബ്രുവരി 21 പ്രദർശനത്തിലേക്ക് ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും പുറത്തിറങ്ങി. ഇത് പൂരം നടത്തിപ്പിനെ വെല്ലുവിളിക്കും വിധമുള്ള നടപടിയാണെന്നാണ് വിമർശനങ്ങൾ. അതേസമയം ആരാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നോ ടെൻഡർ ക്ഷണിച്ചതെന്നോ അറിയില്ലെന്നാണ് ജനുവരി 15 കാലാവധി പൂർത്തിയാക്കിയ മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറയുന്നത്. അല്ല, ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തീരുമാനം അത് ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഇത് മുമ്പ് ക്രിസ്മസ് വെക്കേഷനാണിത് ഇങ്ങനെ ഒരു നമ്മുടെ പടിഞ്ഞാറെ പള്ളിത്താമം മൈതാനം അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത്. അതിന് മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്സിബിഷൻ നടത്തുകയും ചെയ്തതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് ഒരിക്കലും പൂരം എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഇത് സാധാരണ ഇപ്പോൾ ആ ഓർഡർ വായിച്ചിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് ഒരു ഓർഡർ ഇറങ്ങിയേക്കുന്നത്. പക്ഷേ ഈ ഏപ്രിൽ 1 മുതൽ മെയ് മാസം കണ്ടുകൊണ്ടുള്ളൊരു എക്സിബിഷനാണ് അതിന് ടെൻഡർ വിളിച്ചേക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പൂര സമയത്ത് നടക്കുന്നതുകൊണ്ട് അത് സാധാരണഗതിയിൽ അത് അങ്ങനെ നടത്താൻ പാടില്ലാത്തതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഡർ നടപടികൾ ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിലവിലെ തീരുമാനങ്ങൾ പ്രകാരം ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രദർശനം നടക്കുക.
മാർച്ച് അവസാനത്തിൽ തുടങ്ങി മെയ് 25 അവസാനിക്കുന്ന വിധത്തിലാണ് പൂരം പ്രദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. 1990-ൽ സമാനമായ പ്രതിസന്ധി ഉണ്ടായതോടെ പൂരക്കാലത്ത് മറ്റ് പ്രദർശനങ്ങൾ അനുമതി നിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഇത്തരം ധാരണകൾ നിലനിൽക്കെയാണ് നിലവിൽ നടക്കാനിരിക്കുന്ന സമാന്തര പൂരപ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി സ്വദേശി 42 വയസ്സുള്ള സേവിയർ ആണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു മരണം. പുലർച്ചെ 12:30യോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി സ്വദേശി സേവിയറും സുഹൃത്ത് പാലക്കാട് വടക്കുംചേരി സ്വദേശി അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും സുഹൃത്തുക്കളാണ്. വീട്ടിലേക്ക് എത്തിയ സേവിയറും അനീഷും ചേർന്ന് വിഷ്ണുവിനെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി. തുടർന്ന് മൂവരും വാക്കുതർക്കമായി. ഇതിനിടെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു. ആക്രമണത്തിൽ സേവിയറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതര പരിക്കേറ്റു. ഉടൻ ഇരുവരെയും പ്രദേശവാസികൾ ചേർന്ന് തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ചികിത്സയിലിരിക്കെ പുലർച്ചെ 7 മണിയോടെ സേവിയർ മരണപ്പെടുകയായിരുന്നു. സേവിയറിന്റെ ഒപ്പമുണ്ടായിരുന്ന അനീഷിന് തലയിലും കഴുത്തിലും കയ്യിലും പുറത്തുമായി സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരെയും ആക്രമിച്ച വിഷ്ണുവിനായുള്ള അന്വേഷണം വടക്കാഞ്ചേരി പോലീസ് ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വടക്കാഞ്ചേരിയിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ചു. വിയൂർ സ്വദേശി 52 വയസ്സുള്ള രമേശ് ബാബുവാണ് മരിച്ചത്. വെടിക്കെട്ട് കണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്നതിനിടെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം വെച്ച് തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ട്രെയിൻ തട്ടുകയായിരുന്നു. അപകടത്തിൽ സുഹൃത്ത് അരുണിനും പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ ഇരുവരെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രമേശ് ബാബു മരണപ്പെടുകയായിരുന്നു. തൃശൂർ കൺട്രോൾ റൂമിലെ ജീവനക്കാരനാണ് രമേശ് ബാബു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. വാഴക്കോട് മുസ്ലിം പള്ളിക്ക് സമീപം പലചരക്ക് കട നടത്തുന്ന സിദ്ദിഖ് സ്റ്റോർ ഉടമ 55 വയസ്സുള്ള അബ്ദുൽ അസീസാണ് മരിച്ചത്. നാട്ടുകാരനായ മജീദ് പറയുന്നത് ഇങ്ങനെ: ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം കാണാൻ വേണ്ടി പോകുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ കടയുടെ മുന്നിൽ നിർത്തുകയും കട ഉടമ കാർ മുൻഭാഗത്തുനിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവർ വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. തുടർന്ന് യുവാക്കൾ കാർ എടുത്തുപോയി. തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ഇവർ പോയത്. രാത്രി 11 മണിക്ക് യുവാക്കൾ വീണ്ടും എത്തി കടയുടെ ഉള്ളിൽ കയറി സംസാരിക്കുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് യുവാക്കൾ പോവുകയും ഇദ്ദേഹം കടയുടെ പുറത്തിറങ്ങി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടനെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നമ്മളാരും തന്നെ നേരിൽ കണ്ടവരല്ല, അറിഞ്ഞു കേട്ട അറിവുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടെ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി വന്ന കുറച്ച് വ്യക്തികൾ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യുകയും കടയുടെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യരുത് എന്ന് പറയുകയും എനിക്ക് കച്ചവടമാണ്, കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്ന ആളാണ്, അത് കാരണം വണ്ടി കുറച്ച് നീക്കി പാർക്ക് ചെയ്യാനായിട്ട് അവരോട് പറയുകയും അതിലുണ്ടായ ചെറിയ വാക്ക് തർക്കങ്ങൾ പിന്നീട് അത് വണ്ടി പാർക്ക് ചെയ്ത് മാറ്റിയിടുകയും അവർ പോവുകയും ചെയ്തു. വെടിക്കെട്ട് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഈ കടയിൽ വന്ന് വീണ്ടും വണ്ടി ഇട്ടതിൻ്റെ ചൊല്ലിയുള്ള വാക്ക് തർക്കങ്ങൾ നടക്കുകയും ആ തർക്കങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നീട് അവർ വേഗം തന്നെ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. നാട്ടുകാർ കൂടുന്നതിന് മുന്നേ തന്നെ അവർ വേഗം വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. ഒരു പാലക്കാട് രജിസ്ട്രേഷനായിട്ടുള്ള വണ്ടിയും ഒരു ആൾട്ടോ വണ്ടിയാണെന്നാണ് അറിഞ്ഞു കേട്ടത്. അങ്ങനെ ഈ അസി എന്ന് പറയുന്ന വ്യക്തി കടയിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടുകാരെല്ലാം കൂടി നിൽക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും നേരെ അടുത്തുള്ള ഹോസ്പിറ്റൽ BK ദാസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയി അവിടെ എത്തുമ്പോൾ മരിച്ചു എന്നുള്ള വിവരമാണ് നമ്മളുള്ള നാട്ടുകാർ അറിഞ്ഞത്. വടക്കാഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി കൈത്തറി മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ലക്ഷം നെയ്ദീപം തെളിയിക്കലും നടക്കും. രാത്രിയിൽ ശരത്തിന്റെ സംഗീത വിരുന്നും ഉണ്ടായിരിക്കും. വാടനാവൂർ ശ്രീ ചെമ്പഞ്ചേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു. മേൽശാന്തി മോഹനൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ആരംഭിച്ച അഖണ്ഡനാമ ജപം തുടർന്നു വരികയാണ്. ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ ദർശനം നടത്തി. വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വിശുദ്ധ റമളാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം. റമളാന് സ്വാഗതം അറിയിച്ച് കോങ്ങാട് മസ്ജിദുൽ ഹിദായ അങ്കണത്തിൽ ഹൈലൻഡ് റമളാൻ ദ്വിദിന പ്രഭാഷണം സംഘടിപ്പിച്ചു. 1-ാം ദിവസം വിജയമാണ് റമളാൻ എന്ന വിഷയത്തിൽ മൗലവി
ബുഷൈറുദ്ദീൻ ഷർഖിയും രണ്ടാം ദിവസം മരണം മരണാനന്തരം എന്ന വിഷയത്തിൽ ഷാഹുൽ ഹമീദ് മൗലവിയും സംസാരിച്ചു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുസ്തഫ മൗലവി സ്വാഗതവും ടി.എ. സിദ്ദീഖ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അനസ്, അഫ്നാൻ എന്നിവർ ഖിറാഅത്ത് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ AMJB സ്കൂളിന്റെ 115ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടികളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ അവർക്ക് ഇത് പകർന്നു കൊടുക്കുന്നത്, അവരെ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, നന്മയുള്ള, സത്യസന്ധരായ, മൂല്യബോധമായ ഒരു കുട്ടിയായി വളർത്തി ഈ പൊതുസമൂഹത്തിന് നൽകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും സാധ്യമാവുന്നുണ്ട്. വിശേഷിച്ചും ഈ വിദ്യാലയത്തിനും അത് സാധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. PTA വൈസ് പ്രസിഡന്റ് യൂനസ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു, BPC അജിത്, വാർഡംഗം AK ജയശ്രീ, മണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K സെയ്തലവി, V സുരേന്ദ്രൻ, ഷഫീർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക TA ഷിൻസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. TA ഷിൻസി സ്വാഗതവും KP സബ്ന നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മണ്ണൂർ നഗരിപുരം പെരടിക്കുന്ന് ABUP സ്കൂളിന്റെ 109ാം വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളീയ മനസ്സിൽ അറിവിന്, ജ്ഞാനത്തിന്, ചിന്തകൾക്ക് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യം നമ്മുടെ നാട്ടിൽ, വിശിഷ്യ കേരള നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ പാരമ്പര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ് ഓരോ വാർഡുകളിൽ, പ്രദേശങ്ങളിൽ, പഞ്ചായത്തിൽ ഒരു UP സ്കൂളല്ല, ഒരു LP സ്കൂളല്ല, അതത് പ്രദേശങ്ങളിൽ അവിടുത്തെ കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ, നടന്നു വന്ന് പഠിക്കാൻ, അതിനുള്ള ആ ഡിസ്റ്റൻസിലാണ്, ആ ദൂരത്തിലാണ് പല സ്കൂളുകളും. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പൊതു ഇടങ്ങളായി വാർഷികാഘോഷങ്ങൾ മാറണമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA പറഞ്ഞു. മണ്ണൂർ നഗരിപ്പുറം പെരടിക്കുന്ന് ABUP സ്കൂൾ 109ാം വാർഷികാഘോഷങ്ങളുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക M അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. AEO ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൾ മുത്തലി, ലക്കിടി പേരൂർ പഞ്ചായത്ത് അംഗം C അനിൽകുമാർ, M കൃഷ്ണൻകുട്ടി, PTA പ്രസിഡന്റ് VK സത്യകുമാർ, V ഹരിദാസൻ, സ്കൂൾ ലീഡർ നേഹ PV എന്നിവർ സംസാരിച്ചു. BPC അജിത് സമ്മാന വിതരണം നടത്തി. പ്രധാനാധ്യാപിക M അനിത സ്വാഗതവും M ജയപ്രഭ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ തല പഠനോത്സവം കല്ലേക്കാട് BEM ജൂനിയർ ബേസിക് സ്കൂളിൽ നടന്നു. പ്രധാനാധ്യാപിക S ഷീബ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ പഠന മികവുകൾ വേദിയിൽ അരങ്ങേറി. സീനിയർ അസിസ്റ്റന്റ് ലൗലിൻ ലാൻസൻ സ്വാഗതം പറഞ്ഞു. BRC കോർഡിനേറ്റർ സൗമ്യ, മദർ PTA പ്രസിഡന്റ് പ്രസന്ന എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ സ്റ്റാൾ പഠനോത്സവത്തിൽ ശ്രദ്ധേയമായി. അറബി അക്ഷരങ്ങൾ കൊണ്ട് ഒരുക്കിയ സമുന്നതരായ നേതാക്കന്മാരുടെ കാലിഗ്രാഫികളും 1 മുതൽ 4 വരെ അറബി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അത്യാകർഷകമായി. സ്കൂളിലെ അറബി അധ്യാപകരായ റൈഹാൻ, സാബിറ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്റ്റാൾ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാഴ്ചകളുടെ വസന്തമായി ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം. ദീപാലങ്കാരത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന 50-ൽ പരം വിണക്കാലകൾ ദൃശ്യവിസ്മയമാക്കി. ജനസാഗരമായി ക്ഷേത്രാങ്കണം. പൊരിവെയിലിനെയും അവഗണിച്ച് പുരുഷാരം ഒരിക്കൽ കൂടി ഒഴുകിയെത്തി കടപ്പുറമ്പത്തുകാവ് അങ്കണത്തിലേക്ക്. പള്ളിപ്ര, കീഴായൂർ, ഓങ്ങല്ലൂർ എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ കാവിലേക്ക് പുറപ്പെട്ടു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഇണക്കാളകളും കലാരൂപങ്ങളുമായി ആഘോഷങ്ങൾ നീങ്ങി. റോഡിന് ഇരുവശവും കാവാങ്കണത്തിലും പുരുഷാരം തടിച്ചുകൂടി.
രാത്രിയോടെ ഓരോ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകൾ ഭഗവതിയെ തൊഴുതു വണങ്ങി. വേലമഹോത്സവം കാഴ്ചയുടെ വസന്തമായി. രാത്രിയിൽ 50-ൽ പരം ഇണക്കാളകൾ കാവു മൈതാനത്തിന് ചുറ്റും അണിനിരന്നു. ദീപാലങ്കാരത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഇണക്കാളുകൾ അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിസ്മയമായി. രാത്രിയിൽ ക്ഷേത്രനടയിൽ 3 ദേശങ്ങളുടെയും ഡബിൾ തായമ്പകയുണ്ടായിരുന്നു. പുലർച്ചെ ചടങ്ങുകൾക്ക് ശേഷം കൊടിക്കൂറ താഴ്ത്തിയതോടെ വീണ്ടും ഒരു വേലമഹോത്സവത്തിന്റെ കാത്തിരിപ്പിലാണ് ദേശം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിലുള്ള ടെൻഡർ തർക്കം മുറുകുന്നു. തർക്കം കീഴ്വഴക്കമില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാന്തര പ്രദർശനം നടത്താൻ ടെൻഡർ ക്ഷണിച്ചതിനെ ചൊല്ലി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിനോട് തൊട്ടുമുമ്പുള്ള നടപടി ദുരൂഹമെന്നും ആരോപണം. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. മരണം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉത്രാളിക്കാവ് പൂരം കാണാനെത്തിയ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. ഉള്ളൂർക്കരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. കാഴ്ചകളുടെ വസന്തമായി ഓങ്ങല്ലൂർ കടപ്പുറമ്പൊത്തുകാവ് വേലമഹോത്സവം. ദീപാലങ്കാരത്തിൽ ദൃശ്യവിസ്മയം തീർത്ത ഇണക്കാളകൾ. ജനസാഗരമായി ക്ഷേത്രാങ്കണം. മഹാശിവരാത്രി മഹോത്സവത്തിനൊരുങ്ങിയ ക്ഷേത്രങ്ങൾ. ഭക്തജനങ്ങളാൽ നിറഞ്ഞ ക്ഷേത്ര സന്നിധികൾ. പട്ടാമ്പി കൈത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.